ഇത്രയും ഭയക്കാൻ ആരാത്? ആരാന്ന് പേര് പറഞ്ഞാൻ? ആരാത്? ആരാണെന്ന് ആരാ പറയാൻ? പറ അഞ്ജലി, അഞ്ജലി പറയാൻ. അഞ്ജലി പറയാൻ പറഞ്ഞില്ലേ? അഞ്ജലി പറ. No. No. Da. Oh. Da, Akbar. Akbar. Da, എനിക്ക് അയ്യോ അമ്മേ, അമ്മ ഇവിടെ ഇരുന്നോ, ഞാൻ വിളമ്പിക്കോളാം. അത് സാരല്ല, നമുക്ക് ഒരുമിച്ചിരിക്കാം. ഞങ്ങള് രണ്ടുപേരില്ലേ വിളമ്പാൻ. അമ്മ ഇരിക്കേ. ഇരിക്കമ്മേ, ഇരിക്കേ. മതി. എനിക്ക് ഇത്തിരി മതി. അങ്ങനെ പറയല്ലേ മോനെ, കഴിക്ക്, ഇല്ലെങ്കിൽ ക്ഷീണം മാറില്ല. അമ്മ എന്താ വരാത്തത്? പ്രസാദിനെ അഞ്ജലി മോളെയും കാണാത്തേല് അവന് നല്ല പ്രയാസമുണ്ട്. പലതവണ അവരെ വിളിച്ചതാ, എടുക്കുന്നില്ല. ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട ഒരു മീറ്റിംഗ് അല്ലായിരുന്നോ? അത് കഴിയുമ്പോൾ സമയമാവും. ആ, ഇനിയിപ്പോ ഇങ്ങോട്ട് വിളിക്കട്ടെ എന്ന് വിചാരിക്കാം. ഉഗ്രൻ സാമ്പാർ ഏട്ടത്തി. ഏട്ടത്തിയോ? സാധാരണ ഏട്ടന്മാരുടെ ഭാര്യമാരല്ലേ ഏട്ടത്തിന്ന് വിളിക്കുക. അതെ, പ്രസാദിന്റെയോ മുരളിയുടെയോ ഭാര്യ ഹരി ഏട്ടത്തിന്ന് വിളിക്കേണ്ടത്. അതെ, നീ എന്തിനാടാ ഈ കുട്ടിയെ ഏട്ടത്തിന്ന് വിളിച്ചത്? എടാ, നിന്നോടാണ് ഹരി ചോദിച്ചത്. നിന്നോട് ഹരി ചോദിച്ചത്? ഓ, ഒന്നും അറിയാത്തതുപോലെ. എന്താ അറിയേണ്ടത്? പിന്നെ
എനിക്കറിയാം നിങ്ങൾ വെറുതെ എന്താടാ ഞങ്ങൾ വെറുതെ എന്ത് ചെയ്തെന്നാ? അല്ലേട്ടാ ഇതൊന്നും അറിയാത്തതുപോലെ കഷ്ടം. അതെ അതെ ഒന്നും അറിഞ്ഞൂടാത്ത കണക്ക്. കാര്യം പറ ഹരി, നീ എന്തിനാ ആരതി ഏട്ടത്തിന്ന് വിളിച്ചേ? കേട്ടില്ലേ ഏട്ടത്തിന്ന് വിളിച്ചു. അതെ അതെ അഞ്ജലി ഏട്ടത്തെയാണല്ലോ, അപ്പൊ പിന്നെ ആരതി ഏട്ടത്തെയാവുമല്ലോ. എന്തൊക്കെയാ ഈ പറയുന്നേ? അല്ല, എന്തായാലും പറയാം. നിങ്ങൾ ഞെട്ടരുത്. ഒന്നും മിണ്ടാതിരുന്നേ, തെറ്റിക്കാൻ എന്താ? അതെ മിണ്ടായിരിക്കും. വേറൊന്നും അല്ലാമേ, അഞ്ജലി ചേച്ചി വലിയേട്ടന്റെ പാർട്ട്ണർ ആണല്ലോ. അതെ ബിസിനസ് പാർട്ട്ണർ. അങ്ങനെ നോക്കുമ്പോ അഞ്ജലി ചേച്ചി ഏട്ടത്തിയായിട്ട് വന്നാലും നല്ലതല്ലേ? അയ്യോ അതൊക്കെ നിങ്ങളാണോ തീരുമാനിക്കേണ്ടത്? അതെ അല്ല, പക്ഷേ തീരുമാനിച്ചാൽ ഏട്ടത്തിയാണല്ലോ. അങ്ങനെ വരുമ്പോ ആരതി ചേച്ചിയും ഏട്ടത്തിയല്ലേ? അങ്ങനെ വിളിച്ചങ്ങ് ശീലിക്കുന്നതല്ലേ നല്ലത്? ആ, മോൾക്ക് വിരോധമില്ലെങ്കിൽ നീ വിളിച്ച് ശീലിച്ചോ. കുറച്ച് ചമ്മന്തി വേണം. തരല്ലോ മോനെ. മോളെ ഒരല്പ സാമ്പാർ. താലി എന്തിനാ വലിച്ചു വാരി കഴിക്കുന്നേ? പതുക്കെ കഴിച്ചാൽ മതി. അയ്യോ എന്താടാ? ഓ ആക്രാന്തം പിടിച്ച് കഴിച്ചതാ. വെള്ളം എടുത്ത് കുടിക്കും. അതല്ല, അങ്ങോട്ട് നോക്ക്. താലി 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 കഴിച്ചു നോക്ക്. താലി മുരളി, നീ എന്താ കാണിച്ചേ? ചോദിച്ചാ കേട്ടില്ലേ? അത് അച്ഛാ ഞാൻ ഇപ്പഴാ ശ്രദ്ധിച്ചത്. ഈ കുട്ടിയുടെ ഷോള് ആഹാരത്തിൽ കിടന്ന് വലിയായിരുന്നു. അതെടുത്ത് നേരെ ഇട്ട് കൊടുക്കേണ്ട ഉത്തരവാദിത്വം നമുക്കില്ലേ? അല്ലേ പുഷ്പം ചേട്ടാ? അതെ അതെ. ഇവന്റെ ഒരു കാര്യം, നിങ്ങളെയൊക്കെ ഈ വീട്ടിലെ അംഗങ്ങളായിട്ട് തന്നെയാ ഇവൻ കാണുന്നത്. അതങ്ങനെയാണല്ലോ. അതാ സ്വാതന്ത്ര്യം എടുക്കുന്നത്. തെറ്റായി കാണരുത് കേട്ടോ മോളെ. ഏയ് വേഗം വാ. അയ്യോ
മതിയാക്ക ഇനി ഞാൻ. എനിക്ക് വയ്യ പ്രസാദേട്ടാ. അഞ്ജലി വേദനയുണ്ടോ? സാരമില്ല, രക്തമൊട്ട് നിന്നോളൂ. നമ്മള് മരിച്ചു പോവാ പ്രസാദേട്ടാ. എന്തിനിപ്പോ അങ്ങനെയൊക്കെ ചിന്തിക്കുന്നേ? എനിക്ക് അങ്ങനെയൊക്കെ തോന്നുക. ഒന്നെങ്കിൽ ശത്രുക്കളുടെ കൈ കൊണ്ട്, അല്ലെങ്കിൽ ഈ കാട്ടില് ദിക്കറിയാതെ ദിശ അറിയാതെ പട്ടിണി കിടന്ന് ചാവും. ഒന്നുമില്ലടോ, നമ്മൾ ആരോടും തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ. അങ്ങനെയുള്ളവരെ ഈശ്വരൻ കൈവിടില്ലെന്ന് വിചാരിക്കുക. ഞാൻ തെറ്റ് ചെയ്തില്ലേ? ഒന്നും പ്രസാദേട്ടനോട് തുറന്നു പറഞ്ഞില്ല എന്ന് പറയുന്ന തെറ്റ് മനഃപൂർവ്വം തന്നെയാ പറയാഞ്ഞത്. അത് വിശ്വാസമില്ലാഞ്ഞിട്ടൊന്നുമല്ല. എനിക്ക് എന്നേക്കാളും വിശ്വാസമാണ് പ്രസാദേട്ടന്. അതുകൊണ്ട് തന്നെ എനിക്ക് നിർബന്ധമുണ്ട്, ഞാൻ കാരണം പ്രസാദേട്ടന് ഒന്നും സംഭവിക്കരുതെന്ന്. നമ്മളെ കാരണം നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് എന്തെങ്കിലും സംഭവിച്ച ജീവിതത്തില് എന്തെങ്കിലും സമാധാനം കിട്ടുമോ? ഇല്ല, അതാണ് കാര്യം. എന്തിനാ ഇപ്പൊ ഇങ്ങനെയൊക്കെ പറയുന്നേ? ഒന്നും സാരമില്ല, താൻ കുറച്ചേരം റിലാക്സ് ചെയ്യ്. ഞാൻ മരിച്ചാലും എന്നോട് ദേഷ്യമൊന്നും തോന്നരുത് പ്രസാദേട്ടന്. മനഃപൂർവ്വം ഉപദ്രവിക്കണമെന്ന് വിചാരിച്ച് ഞാൻ കൂടെ കൂടിയതൊന്നുമല്ല, നിവൃത്തികേട് കൊണ്ട. ആരുമില്ലാത്ത 3 കുട്ടികൾക്ക് ഞാനേ ഉണ്ടായിരുന്നുള്ളൂ. അതാണ് കാരണം. I'm sorry. തനിക്ക് നല്ല ക്ഷീണമുണ്ട്, കൂടുതൽ സംസാരിക്കണ്ട. ജസ്റ്റ് റിലാക്സ്. കമോ. മോനിതുവരെ ഉറങ്ങിയില്ലേ? ഒരു കഥ പറ മുത്തശ്ശി. കഥ കേട്ടാലേ എനിക്ക് ഉറക്കം വരൂ. അയ്യോടാ, എനിക്ക് കഥകളൊന്നും അറിയില്ലല്ലോ പൊന്നുമോനെ. അത് വെറുതെ. മുത്തശ്ശിമാർക്കെല്ലാം ഒത്തിരി കഥകൾ അറിയാന്നാണല്ലോ എല്ലാരും പറയുന്നേ. പിന്നെന്താ പറഞ്ഞാല്? ശരി, അറിയാവുന്ന പോലെ ഒരു കഥ പറയാം. വേഗം ഉറങ്ങിക്കോണം. ഒടുക്കം കഥ തീർന്നു പോയിന്ന് പരാതി പറയരുത്. ഇല്ല, മുത്തശ്ശി പറഞ്ഞോ, കേൾക്കാൻ റെഡിയാ. ആ, എന്നാ കേട്ടോ. പണ്ട് നമ്മുടെ ഈ ദേശത്ത് നാട് ഭരിച്ചിരുന്ന ഒരു രാജകുമാരി ഉണ്ടായിരുന്നു. ആയോധന കലകളിലും അഭ്യാസങ്ങളിലും മികവ് തെളിയിച്ച രാജകുമാരി. ആ രാജകുമാരിയെ ഒരു രാജകുമാരൻ കണ്ട് ഇഷ്ടപ്പെട്ടു, കല്യാണം കഴിച്ചു. അതാണോ കഥ? ഇതിനാ മുമ്പേ കേട്ടിട്ടുള്ളതാണല്ലോ. ആണോ? എന്നാ അങ്ങനെ തന്നെ ഈ കഥയും. പക്ഷേ അതോടെ കഥ തീരുകയല്ല, തുടങ്ങുകയാണെന്ന് മാത്രം. ആണോ? ശരിക്കും? ആ രാജകുമാരൻ സുന്ദരനായിരുന്നു. ഒടുവിൽ ആ സന്തോഷ വാർത്ത എല്ലാവരും അറിഞ്ഞു. രാജകുമാരി ഗർഭിണിയാണെന്ന്. കൊട്ടാരത്തിലെങ്ങും സന്തോഷം അലയടിച്ചു. പ്രജകൾ വരാനിരിക്കുന്ന കുഞ്ഞു രാജകുമാരനായി കാത്തിരുന്നു. പക്ഷേ എന്താ, കുഞ്ഞു രാജകുമാരൻ വന്നില്ലേ? വന്നു. എല്ലാവരെയും ആനന്ദിപ്പിച്ച് കൊട്ടാരത്തെ ഐശ്വര്യത്താൽ നിറച്ച് കുഞ്ഞു രാജകുമാരൻ ജനിച്ചു. പക്ഷേ അതോടെ രാജകുമാരന്റെ മട്ടുമാറി. അധികാരത്തിനും സമ്പത്തിനും വേണ്ടി രാജകുമാരൻ കുമാരിയെ ചതിച്ചു കൊലപ്പെടുത്തി. അയ്യോ, കഷ്ടം.
അമ്മ രാജകുമാരി മരിച്ചു പോയാൽ കുഞ്ഞു രാജകുമാരൻ പിന്നെ എന്തു ചെയ്യും? കുമാരന് അപകടമൊന്നും പറ്റാതിരിക്കാൻ കൊട്ടാരത്തിലുള്ളവർ ശ്രദ്ധിച്ചു. അവർ അവനെ ദൂരെ ഒരു കാട്ടിൽ പാർപ്പിച്ചു. താൻ രാജകുമാരിയുടെ സ്വന്തം മകനാണെന്നറിയാതെ, നാളത്തെ രാജാവാണെന്നറിയാതെ ഒരു പാവപ്പെട്ട കുട്ടിയായി കുമാരൻ വളർന്നു. അത്ര തന്നെ. അയ്യോ, അപ്പൊ ആ ചതിയ രാജകുമാരനോ? അയാളിപ്പോ രാജാവാ. തന്റെ മകൻ കുമാരൻ എവിടെയാണെന്ന് അയാൾക്കറിയില്ല. പ്രജകളുടെ ആഗ്രഹം ആ കുമാരൻ തിരിച്ചു വരണമെന്നാ. എന്നിട്ട് ആ ദുഷ്ടനായ രാജാവിനെ കൊന്ന് അധികാരം നേടണമെന്നാ. അതൊക്കെ നടക്കുവോ? അച്ഛന്റെ ആഗ്രഹം എന്താ? നടക്കണമെന്നാണോ നടക്കരുതെന്നാണോ? നടക്കണമെന്നാ. കുമാരൻ തിരിച്ചു വരണം. രാജാവിനെ യുദ്ധം ചെയ്ത് തോൽപ്പിക്കണം. രാജാവ് കുമാരന്റെ അച്ഛനാണെന്ന് ഓർമ്മ വേണം. അമ്മ രാജകുമാരിയെ കൊന്നതല്ലേ? ആ ദുഷ്ടൻ അച്ഛനാവണ്ട. മാത്രമല്ല, കുമാരൻ തന്നെ വേണം ആ ദുഷ്ടനെ കൊല്ലാൻ. എന്നിട്ട് വേണം എനിക്ക് കൈയടിക്കാൻ. ദാ ഇങ്ങനെ. DYSP മുകുന്ദനുണ്ണി നിങ്ങളെയൊക്കെ കുറിച്ച് വാചകമടിച്ചത് കേട്ട് ഞാൻ വിചാരിച്ചു നീയൊക്കെ പുലിക്കുട്ടികളാണെന്ന്. ഇപ്പം മനസ്സിലായി, പൂച്ചകളെക്കാൾ 4 രോമം കൂടുതൽ മുളച്ചാൽ പുലികളാവില്ല എന്ന്. മിസ്റ്റർ മേഘൻ, നിങ്ങൾ സിറ്റുവേഷൻ എന്താണെന്ന് അറിയാതെയാണ് സംസാരിക്കുന്നത്. എന്ത് സിറ്റുവേഷനാണോ ഇത്ര അറിയാനും മാത്രമുള്ളത്? രാധയെ നിനക്ക് കൺമുന്നിൽ കിട്ടിയതല്ലേ? ഒരു പെണ്ണിനെ അതുപോലൊരു കാട്ടിൽ ട്രാപ്പിൽ പെട്ടതുപോലെ കിട്ടിയിട്ടും ഒരു ചുക്കും ചെയ്യാൻ പറ്റിയില്ല. ഇനി എങ്ങനെ കിട്ടണം നിനക്കൊക്കെ രാധയെ എന്റെ മുന്നിൽ എത്തിക്കാൻ? ആരെങ്കിലും ബോധം കെടുത്തി കയ്യും കാലും കയറിട്ട് കെട്ടിക്കൊണ്ടുവന്ന് തരണോ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അതാ ഞാൻ ചോദിക്കുന്നത്. പരിഹാസം മനസ്സിലായി. അതിനുള്ള മറുപടി ഞാൻ ഇപ്പൊ പറയുന്നില്ല. ഒരു കാര്യം മാത്രം പറയാം, അവള് തനിച്ചായിരുന്നില്ല. എന്തിനും പോന്ന പടയാളിയെ പോലെ ഒരുത്തൻ അവളുടെ കൂടെ ഉണ്ടായിരുന്നു. നേർക്ക് നേരെ ഞാൻ തോക്കെടുത്ത് ചൂണ്ടിയതാ. പോയിന്റ് ബ്ലാങ്കിൽ നിന്ന് അവൻ അവളെ രക്ഷിച്ചു കൊണ്ടുപോയി. ഒരു ചാവേറിന്റെ ആത്മധൈര്യവും യുദ്ധസന്നദ്ധതയും ഉണ്ടായിരുന്നു അയാൾക്ക്. അവൾക്ക് വേണ്ടി കൊല്ലാനും ചാവാനും തയ്യാറായ ഭാവം. എനിക്കറിയാം അവനെ. സകല അഭ്യാസങ്ങളും ചുവടുകളും പഠിച്ചവനവൻ. പക്ഷേ നിങ്ങൾ 4 പേരിലായിരുന്നു അവിടെ, ഒന്നിന് പകരം 4. എന്നിട്ട് ഒന്നും സംഭവിച്ചില്ല എന്ന് പറഞ്ഞാൽ നിന്നെയൊക്കെ എന്തിനാ വിലക്കെടുത്തതെന്ന് ഞാൻ ചിന്തിച്ചു പോവുക. അവള് തനിച്ചായിരുന്നെങ്കിൽ ഞങ്ങൾ 4 പേര് ധാരാളമായിരുന്നു. അവൻ സാധാരണക്കാരനായിരുന്നെങ്കിലും ഞങ്ങൾ ഇത്രയും തന്നെ ധാരാളം. പക്ഷേ കണക്ക് കൂട്ടലും മുഴുവൻ തെറ്റിച്ചത് ആ റാസ്കലാണ്. ഞങ്ങളിൽ ഒരാൾ വീണുപോയി, അറിയാമോ? ഇതൊക്കെ കേട്ടിട്ട് എനിക്ക് പുച്ഛമാണെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞാൽ എന്ത് തോന്നും മിസ്റ്റർ ഹൈദർ അലി ഹുസൈൻ? പറഞ്ഞ പണം ബാർഗെയിനിങ് പോലും ഇല്ലാതെ സമ്മതിച്ചത് തോട്ട് വക്കത്ത് പോയി ചൂണ്ടയിട്ട് വരാലിനെ പിടിക്കാനല്ല എന്ന് ചിന്തിക്കണ്ടേ? അതിനുള്ള മിനിമം കോമൺ സെൻസ് എങ്കിലും വേണ്ട ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കാക്കിയിട്ടിട്ടുള്ളൊരു പോലീസുകാരന്. ഞാൻ ഏറ്റുപോയല്ലോ ഈ ദൗത്യം. അതിൽ വന്ന പാളിച്ചകളും അതിന്റെ മുഴുവൻ ഉത്തരവാദിത്വവും ഞാൻ ഏറ്റെടുക്കുന്നു. നിങ്ങളുടെ വാക്കുകളല്ല, പ്രവൃത്തിയാ എനിക്ക് വേണ്ടത്. അതിനാണ് വില. ഹൈദരുടെ വാക്കുകൾക്കും വിലയുണ്ട് മേഘനാഥൻ. ഇന്ന് രാത്രി പുലരും മുമ്പ് ഈ കാട് മുഴുവൻ അരിച്ച് പറക്കേണ്ടി വന്നാലും അവളെ ഞാൻ പൊക്കിയിരിക്കും. നിങ്ങളുടെ കാൽച്ചുവട്ടിൽ കൊണ്ടുവന്ന് വച്ചിരിക്കും. ആ ശരി, കാത്തിരിക്കാൻ ഞാൻ ഈ രാത്രി പുലരും വരെ. കാരണം ഹൈദർ അലി ഹുസൈൻ എന്ന നൊട്ടോറിയസ് പോലീസ് ഓഫീസറിനെ എനിക്കിപ്പോഴും വിശ്വാസമാണ്. താങ്ക് യു. ഞാൻ ഒരു കാര്യം പറയാൻ മറന്നു. രാധയെ മാത്രമേ എനിക്ക് ആവശ്യമുള്ളൂ. അവളെ മാത്രമേ എനിക്ക് ജീവനോടെ കിട്ടണമെന്ന് വാശിയുള്ളൂ. മറ്റവൻ എന്റെ കൺസേണയല്ല.
അവൻ ചത്താലും ജീവിച്ചാലും നടു തളർന്ന് കിടന്നാലും ഈ മേഘനാഥന് ഒന്നുമില്ല. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലായോ ഹൈദർക്ക്? മനസ്സിലായി. അവനെ ഈ കാടിന്റെ ഏതെങ്കിലും ചെരുവിൽ കുഴിയെടുത്ത് മൂടിയിട്ടേ ഞങ്ങൾ തിരിച്ചു വരൂ. വെരി ഗുഡ്, ക്യാരി ഓൺ. പറഞ്ഞതൊക്കെ കേട്ടല്ലോ. ഞാനല്ല, നമ്മളാ വാക്ക് കൊടുത്തിരിക്കുന്നത്. നാളത്തെ സൂര്യോദയം അവൻ കാണരുത്. വാ, എല്ലായിടത്തും കണ്ണും മനസ്സും എത്തണം. ഒളിക്കാൻ ഒരു ഇലയുടെ മറവ് പോലും അവർക്ക് കിട്ടരുത്. യെസ് സാർ. വാ. അല്ല സാർ, ഇത്രയൊക്കെ കേട്ടപ്പോ ഞാൻ ആലോചിക്കായിരുന്നു. എന്ത്? അല്ല, ആ കൂട്ടത്തിൽ ഒരുത്തയില്ലേ രാധയ്ക്ക് സംരക്ഷകനായിട്ട്? അവൻ ഇനി രാധയുടെ ഭർത്താവ് മറ്റോ ആണോ? അത് പിന്നെ അല്ല, രാവും പകലും ഇങ്ങനെ എവിടെ പോയാലും ഒരുമിച്ചായോണ്ട് ചോദിച്ചു പോയതാ. ഒരിക്കലുമല്ല. അവളുടെ വിധി എന്റെ കൂടെ ജീവിക്കാനാണ്. മറ്റൊരുത്തനും അവളുടെ ഭർത്താവാകാൻ കഴിയില്ല. രാജകുമാരിക്ക് രാജകുമാരന്മാരെ ഇണങ്ങൂ. അത് നിയോഗമാണ്. അതുകൊണ്ട് തന്നെയാണ് ഹൈദറിന് അവനെ തീർത്തേക്കാൻ ഞാൻ നിർദ്ദേശം കൊടുത്തത്. അവന്റെ ചിത കത്തുമ്പോ കോട്ടയ്ക്കൽ മേഘനാഥൻ തൃപ്പങ്ങോട്ട് രാധയുടെ കഴുത്തിൽ താലി കെട്ടിയിരിക്കും. മണിച്ച അതോർത്തിരുന്നോ?